ബോഡി ഗാർഡ്. രചന പ്രിയപ്പെട്ടവൾ കുട്ടു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. അതേസമയം ഹരിഹരൻ പറയുന്ന കേട്ട് കണ്ണുകൾ ഇറുക്കിയടച്ചിരിക്കായിരുന്ന വിനീത തന്റെ പ്ലാനുകളെല്ലാം തകർന്ന ദേഷ്യാവളിൽ നിറഞ്ഞു നിന്നു. കഷ്ടായി പോയല്ലോ. ഇത്രയും കഷ്ടപ്പെട്ട് കൈവെള്ളയിൽ കിട്ടിയിട്ട് അവിടെ ചതിയായിരുന്നല്ലോ ഇതെല്ലാം. വിനീത പറയുന്ന കേട്ട് ഹരിഹരൻ പകയോടെ പറഞ്ഞു. കൊല്ലണ നായിന്റെ മോളെ, ഇനി അവൾ ജീവനോടെ വേണ്ട. ഹരിഹരൻ പറയുന്ന കേട്ട് വിനീത മുഖമുയർത്തിയ ആളെ നോക്കി. ഹരിഹരന്റെ മുഖത്ത് ദ്രൗപദിയെ കൊല്ലാനുള്ള ദേഷ്യം കണ്ടതും വിനീതയുടെ കണ്ണുകൾ തിളങ്ങി. കുഞ്ഞാപ്പിയുടെ നിർത്താതെയുള്ള കരച്ചിലം നടക്കാൻ ശ്രമിച്ചുകൊണ്ട് ലച്ചു പതി അവനായി പാടിക്കൊണ്ടിരുന്നു. എന്താടാ, എന്തിനാ വാവക്ക് അറിയുന്നത്? വാവക്ക് പനിയൊന്നുമില്ലല്ലോ. ലച്ചു അവന്റെ നെറ്റിലായി തൊട്ടു നോയിക്കൊണ്ട് ആദിയോടെ പറഞ്ഞുകൊണ്ട് കുഞ്ഞാപ്പിയുടെ കരച്ചിലടക്കാൻ ശ്രമിച്ചു. കുഞ്ഞിന്റെ നിർത്താതെയുള്ള കരച്ചിൽ കണ്ട് ലച്ചുവും കരഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും ശിവൻ അവൾക്കരികിലേക്ക് വന്ന് കുഞ്ഞിനെ എടുത്തു. എന്താടാ, എന്തിനാണ് കുഞ്ഞിച്ചക്കൻ കരയുന്നത്? ശിവനെടുത്ത കുഞ്ഞാപ്പി അവന്റെ മുഖത്തും മൂക്കിലൊക്കെ അടിച്ച് എന്തൊക്കെയോ മൂളി. കരഞ്ഞു മുഖമൊക്കെ ചുവന്നിരിക്കുന്ന കുഞ്ഞിനെ കാണെ ശിവന്റെ നെഞ്ചു പൊടിഞ്ഞു. ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് കുഞ്ഞാപ്പി ഇത്രയും കരയുകയും വാശി കാണിക്കുകയും ചെയ്യുന്നതെന്ന് ശിവൻ ഓർത്തു. പനിയൊന്നുമില്ലല്ലോ ലച്ചുട്ടി, പിന്നെന്തിനാ അവനിങ്ങനെ കരയുന്നു? ഇനി വയറിങ്ങാനും വേദനിക്കുന്നുണ്ടാവോ? ശിവൻ ലച്ചുവിനെ നോക്കി ടെൻഷനോട് ചോദിച്ചു. അറിയില്ല ശിവേട്ടാ, അതും നല്ലെന്ന് തോന്നുന്നു. വേറെന്തിനുള്ള നിർബന്ധം പോലെ. ഇനി ഏടത്തെ കാണാനായിരിക്കുമോ? ലച്ചു വിഷമത്തോട് ചോദിച്ചു. ഏയ്, അങ്ങനെ നിർബന്ധം അവൻ ഇതുവരെ കാണിച്ചില്ലല്ലോ. അതുമല്ല, ഞാനുണ്ടെങ്കിൽ അവൻ്റെ അമ്മയെ തിരക്ക് പോലും ഇല്ല. കുഞ്ഞാപ്പി കരയുന്ന കാരണം അറിയില്ലെങ്കിലും ശിവൻ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. പിന്നെ അവനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ലച്ച് ബോട്ടിൽ പാലും ഒരു കരുതൽ നിന്നോണം പനിയുടെ മരുന്ന് കൊണ്ട് ശിവന്റെ പുറകെ വന്നു. രണ്ടുപേരും കൂടി പുറത്തെ കാഴ്ചകളെ കാണിച്ചു കൊടുത്തുകൊണ്ട് കുഞ്ഞാപ്പിയെ പതിയെ പാല് കുടിപ്പിച്ചു. റോഡിലൂടെ വാഹനം പോകുന്ന കേൾക്കുമ്പോൾ കുഞ്ഞാപ്പി ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ അവർ ഗേറ്റ് തുറന്നു വെച്ച് അവനെ വെറുതെ പുറത്തേക്ക് കൊണ്ടിടന്നു. വാഹനങ്ങൾ പോകുന്നതും ചുറ്റുമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും കൂടെ കൂടെ കുഞ്ഞാപ്പിയുടെ ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ശിവന്റെ ഷർട്ടിലായ അവന്റെ കുഞ്ഞി കൈ കൊണ്ട് മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ശിവന്റെ നെഞ്ചിലായി കിടന്നുകൊണ്ട് അവൻ ശിവനിൽ ലച്ചുവിൻ ചൂണ്ടിക്കാണിക്കുന്നത് കുഞ്ഞിക്കണ്ണ് വിടർത്തി നോക്കി. ശിവനിൽ ലച്ചുവിന് അവൻ കരച്ചിൽ നിർത്തി കണ്ട് കുറച്ച് ആശ്വാസം തോന്നി. പെട്ടെന്ന് കുഞ്ഞാപ്പി ഛർദ്ദിച്ചവും രണ്ടുപേരും ഞെട്ടിപ്പോയി. വീണ്ടും കുഞ്ഞാപ്പി ശിവന്റെ പുറത്തൂടെ ഛർദ്ദിച്ചു. ശിവൻ കരുതലോടെ കുഞ്ഞാപ്പിയെ പിടിച്ചുകൊണ്ട് അവന്റെ പുറം തടവി കൊടുത്തു. വാവേ, ലച്ചു കരഞ്ഞുകൊണ്ട് വിളിച്ചു. അവൾ തന്റെ ഷോൾ കൊണ്ട് കുഞ്ഞാപ്പിയുടെ മുഖവും കൈയും തുടച്ചു. ശിവൻ പെട്ടെന്ന് അകത്തേക്ക് നടന്നു. സൈഡിലെ പൈപ്പിൽ നിന്ന് വെള്ളമെടുത്തു. കുഞ്ഞാപ്പിയുടെ ഉടുപ്പൊക്കെ മുഖമൊക്കെ കഴുകി കൊടുത്തുകൊണ്ട് ലച്ചുവിനെ ഏൽപ്പിച്ചു. അവൾ കുഞ്ഞുമായി അകത്തേക്ക് പോയതും ശിവൻ തന്റെ ഷർട്ട് ഊരി കൈയും പുറമൊക്കെ കഴുകി അകത്തേക്ക് പോയി. കുഞ്ഞാപ്പിയെ ലച്ചു നന്നായി തന്നെ പരിശോധിച്ചു. പനിച്ചു തുടങ്ങുന്നത് കണ്ട് അവൾക്ക് തോന്നി ഇതിനായിരിക്കും ഇത്രയും നേരം കരഞ്ഞെന്ന്. അവൾ മയങ്ങി തുടങ്ങിയ കുഞ്ഞാപ്പിയെ പുതച്ച് നേരെ കിടത്തി. അപ്പോഴാണ് ശിവൻ റൂമിലേക്ക് കയറി വന്ന് അവനെ കണ്ടു ലച്ചു പറഞ്ഞു. പനിക്കുന്നുണ്ട് ശിവേട്ടാ. അത് കേട്ടതും ശിവനൊന്ന് മൂളിക്കൊണ്ട് ബെഡിലേക്കിരുന്നു. കുഞ്ഞാപ്പിയുടെ തലയിലായി തലോടി. അവന് കുഞ്ഞാപ്പിയുമായിട്ടുള്ള ഓരോ നിമിഷം ഓർമ്മ വന്നു. അന്ന് ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് ദ്രൗപദി രക്ഷിക്കുമ്പോൾ അവളുടെ വയറ്റിൽ കിടന്ന കുഞ്ഞാപ്പിയുടെ അനക്കം തന്റെ കയ്യിൽ അറിഞ്ഞതും അന്നു മുതൽ ഈ കുരുന്നിനോടുള്ള ആത്മബന്ധവും ആദ്യമായി അവനെ തന്റെ കയ്യിലേക്ക് വാങ്ങിയതും അവന്റെ കളിച്ചിരികളും തന്നോടുള്ള സ്നേഹവും കുറുമ്പുമൊക്കെ ശിവന് ഓർമ്മ വന്നു. ശിവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ആ പുഞ്ചിരി ദ്രൗപദിയുടെ കാര്യം ഓർക്കുമ്പോഴും അവനുള്ളിൽ ഉണ്ടായിരുന്നു. ഇല്ല ദ്രൗപദി, നിന്നോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. എൻ്റെ കുഞ്ഞിന് വേണ്ടി നീ ചെയ്യുന്നെല്ലാം എനിക്ക് നിന്നോടുള്ള സ്നേഹം കൂട്ടുകയുള്ളൂ. എൻ്റെ മോന് ഈ ലോകത്ത് ആരെയും പേടിക്കാതെ ജീവിക്കണം. അവൻ അവകാശപ്പെട്ട ഈ സ്വത്തുക്കളെല്ലാം അവൻ അനുഭവിച്ച് തന്നെ വളരണം. എൻ്റെ ജീവനുള്ളിടത്തോളം ഞാൻ എൻ്റെ കുഞ്ഞാപ്പിക്ക് നിനക്കും വേണ്ടി എന്തും ചെയ്യും. അവൻ ആലോചനയോടെ ഇരുന്നപ്പോഴാണ് പുറത്ത് വണ്ടി വന്നിരുന്ന ശബ്ദം കേട്ടത്. അത് കേട്ടതും ശിവന്റെ നെറ്റി ഒളിഞ്ഞു. ദ്രൗപദിയൊക്കെ വരാറായോ? അവൻ ആലോചനയോടെ പുറത്തേക്ക് നടന്നു. പെട്ടെന്നാണ് അവനൊരു കാര്യം ഓർമ്മ വന്നു.
ഗേറ്റ് തുറക്കാതെ ഇങ്ങനെ വാഹനം അകത്തേക്ക് കയറി. നേരത്തെ കുഞ്ഞാപ്പി ഛർദ്ദിച്ചപ്പോൾ മറന്നുപോയതാണെന്ന് ശിവൻ ഓർത്തു. ഹാളിലേക്ക് വന്ന ശിവൻ വാതിൽക്കൽ നിൽക്കുന്നവരെ കണ്ട് ഞെട്ടി. ഹരിഹരനും അവന്റെ പിറകിലായി 8-10ഓളം ഗുണ്ടകളും. അവരെ കണ്ട ശിവൻ ഒരു നിമിഷം എന്ത് വേണമെന്നറിയാൻ നിന്നു. അവരെ കായികമായി നേരിടുക എന്നതിനേക്കാൾ കുഞ്ഞാപ്പിയെയും ലച്ചുവിനെ എങ്ങനെ രക്ഷിക്കുമെന്നാണ് ഒരു നിമിഷം കൊണ്ട് ശിവൻ ചിന്തിച്ച്. അവന്റെ ചിന്തകൾ മനസ്സിലാക്കിയെന്നാണ് ഹരിഹരൻ പറഞ്ഞു. ഇന്നിനി നിനക്ക് രക്ഷയില്ലടാ. എന്നെ അങ്ങ് ഉണ്ടാക്കി കളയാൻ നീയും നിന്റെ മറ്റവളൊക്കെ വിചാരിച്ചല്ലേ? നടക്കില്ല. പകയോട് അതും പറഞ്ഞ ഹരിഹരൻ മുന്നോട്ട് നടന്നു. അതേസമയം ഇത്രയും പേരെ എതിർക്കാൻ തന്റെ കയ്യിൽ ഇപ്പോൾ ആയുധമൊന്നുമില്ലല്ലോ എന്നാണ് ശിവൻ ചിന്തിച്ചത്. തെരുവിലിറക്കുമെന്ന് വെല്ലുവിളിച്ചവള് എന്റേതായ എല്ലാ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി സീലും വെച്ച് തറവാട്ടിലേക്കും ചെന്നത്. ശ്രീധരേട്ടനെയും കുടുംബത്തെയും എന്റെ ഭാര്യയെ അടക്കം എല്ലാവരെയും തറവാട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവൾ അതും പൂട്ടി വിജയായിട്ടിപ്പോ വരും. നിന്നോടും ആ തന്തയില്ലാത്ത കോച്ചിനോടൊപ്പം ജീവിക്കാം. ഹരിഹരൻ പറയുന്ന കേട്ടോ ശിവൻ ദേഷ്യത്തോട് അലറി. അതും പറഞ്ഞ് മുന്നോട്ടാഞ്ഞ് ശിവന് നേരെ ഹരിഹരന്റെ കൂടെ വന്നൊരുത്തിന് ഓടി വന്നുകൊണ്ട് തന്റെ കൈയുള്ള വാള് വീശിയതും ശിവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവന്റെ ഭാര്യയിലെ നോക്കി ആഗ്രഹിച്ചു. അവനൊരു അലർച്ചയോടെ വീഴുന്ന കണ്ടോ ലച്ചു പേടിയോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു. അവൾക്ക് പേടികൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പരിചിതമല്ലാത്ത ശബ്ദം കേട്ട് ആരാൻ നോക്കാൻ വന്നതായിരുന്നു അവൾ. അപ്പോഴാണ് ഇതെല്ലാം കണ്ടത്. പെട്ടെന്ന് അവൾക്ക് കുഞ്ഞാപ്പിയെ ഓർമ്മ വന്നു. ലച്ചു തിരിഞ്ഞ് റൂമിലേക്ക് ഓടിപ്പോയി കുഞ്ഞാപ്പിയെ പതിയെടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഇല്ല വാവേ, എന്റെ ജീവൻ പോയിന്റ് വന്നാലും നിന്നെ ആരും തൊടില്ല. ഞാനതിന് സമ്മതിക്കില്ല. അവൾക്ക് അച്ഛനെയും അമ്മയും ആദ്യം വെങ്കിയും ഒക്കെ ഓർമ്മ വന്നു. ഒടുവിൽ തന്നെ പ്രണയത്തോടെ നോക്കുന്ന സഞ്ജുവിനെയും. ലച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പേടികൊണ്ട് ശരീരം വിറക്കുന്നുണ്ടെങ്കിലും അവളത് മനസ്സിൽ തീർച്ചപ്പെടുത്തിയിരുന്നു. പെട്ടെന്ന് ലച്ചു ഫോണെടുത്ത് സഞ്ജയുടെ നമ്പറിലേക്ക് വിളിച്ചു. എന്നാൽ റിങ്ങൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. അവൾ ടെൻഷനോടെ വീണ്ടും വീണ്ടും ശ്രമിച്ചെങ്കിലും അത് തന്നെയായിരുന്നു ഫലം. ആരെയാടി മോളെ നീ വിളിക്കുന്നത്? തൊട്ടുപിറകിൽ നിന്ന് അലർച്ച കേട്ടതും തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു വാതിൽക്കൽ ക്രൂരമായ മുഖത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ഹരിഹരനെ. നീ ആര് വിളിച്ചിട്ടൊരു കാര്യമില്ലടി. ഒരു കോളും മെസ്സേജ് ഒന്നും പുറത്തേക്ക് ബോധിക്കാൻ വേണ്ട പണിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ദ്രൗപദിയുടെ ചക്രവ്യൂഹത്തിലേക്കല്ലേ ഞാൻ വന്ന് കയറുന്നത്. അതിന്റെ കരുതൽ ഞാൻ എടുക്കണമല്ലോ. ഹരിഹരൻ പറയുന്ന കേട്ടപ്പോൾ ലച്ചുവിന് മനസ്സിലായി ജാമർ പോലെ എന്തോ ഉപയോഗിച്ച് അയാൾ സിഗ്നൽ കട്ടാക്കിയിരിക്കുകയാണെന്ന്. അയാളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്നറിയാതെ കുഞ്ഞിനെ ഒന്നുകൂടെ മുറുകെ പിടിച്ചു. ശിവേട്ടാ! അവൾ ഹരിഹരൻ മുന്നോട്ട് വരുന്നാണ്ട് ഉറക്കെ വിളിച്ചു. നീ അവനെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. എത്ര വലിയ കോലക്കൊമ്പനായാലും 8-10 പേരോടൊക്കെ, അതും ആയുധം കൊണ്ട് നിൽക്കുന്നവരോട് ഒറ്റക്ക് അടിച്ചയക്കാനൊന്നും അവനെ കൊണ്ട് കഴിയില്ല. ഇപ്പൊ തന്നെ 1-2 അവന്റെ ശരീരത്തിൽ കൊണ്ടു കഴിഞ്ഞു. ഹരിഹരൻ പറയുന്ന കേട്ട് ശിവനെ ഓർത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അതുകൊണ്ട് മര്യാദക്ക് കുഞ്ഞിനെ തന്നാ ഞാൻ നിന്നെ വെറുതെ വിടാം. ഇല്ല, ഞാൻ എന്റെ കുഞ്ഞിനെ നിനക്ക് തരില്ല. ലച്ചു കുഞ്ഞാപ്പിയെ മുറുകെ പിടിച്ച് അവനോട് പറഞ്ഞു. അത് കേട്ടത് ഹരിഹരന് ദേഷ്യം വന്നു. മര്യാദക്ക് ചോദിച്ചിട്ട് തരില്ല അല്ലേടി? വേണ്ട, എനിക്ക് അറിയാൻ മേടിക്കാൻ. അതും പറഞ്ഞ ഹരിഹരൻ ലച്ചുവിന്റെ മുഖത്തായി ആഞ്ഞടിച്ചു. ലച്ചു വീഴാൻ പോയെങ്കിലും കുഞ്ഞാപ്പിയെ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ നിന്നു. കവിൾ നന്നായി തന്നെ വേദനിച്ചു. ചുണ്ടുപൊട്ടി ചോര ഒലിച്ചിറങ്ങി. ഹരിഹരൻ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് കുഞ്ഞിനെ വാങ്ങാൻ ശ്രമിച്ചു. ലച്ചു അയാളെ എതിർത്തു. കുഞ്ഞ് കയ്യിലിരിക്കുന്നതുകൊണ്ട് തന്നെ അവൾക്കതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. കുഞ്ഞാപ്പി തന്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് തോന്നിയതും അവൾ സർവ്വശക്തിയുമെടുത്ത് ഹരിഹരനെ പിടിച്ചുകളി വാതിൽക്കിലേക്ക് ഓടി. ഹാളിലെത്തി ലച്ചു മുന്നിൽ കണ്ട കാഴ്ചയിൽ തറഞ്ഞെന്നു പോയി. ശിവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു വെട്ടുന്ന ഒരാൾ. അവന്റെ ചുറ്റിലുമായി 4-5 പേര് വാളുമായി നിൽക്കുന്നുണ്ട്. ശിവേട്ടാ! ലച്ചു ഹൃദയം പൊടിയുന്ന വേദനയോട് അലറിക്കരഞ്ഞു. അതേസമയം ശിവൻ വേദന കൊണ്ട് തന്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു. മുറിവ് പറ്റിയെടുത്തായി അവൻ കൈകൊണ്ട് അമർത്തി പിടിച്ചു. പെട്ടെന്ന് ലച്ചുവിന്റെ അലറിയുള്ള വിളിയെടുത്ത് അവൻ ഞെട്ടലോടെ തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. അഴിഞ്ഞുളഞ്ഞ മുടിയും ചോരയൊലിക്കുന്ന ചുണ്ടുകളുമായി കുഞ്ഞാപ്പിയും കൊണ്ട് നിൽക്കുന്നവളെ കാണെ ശിവന്റെ കണ്ണു നിറഞ്ഞു. എന്റെ മക്കൾ ഇവിടെ താൻ തളർന്നാൽ അവരിവരെ കൊല്ലുമെന്ന് ശിവൻ ഉറപ്പായിരുന്നു. വീണ്ടും തനിക്ക് നേരെ വാള് വീശി അവന്റെ കയ്യിൽ കടന്നു പിടിച്ചു. അവന്റെ കൈ പിടിച്ച് തിരിച്ചുകൊണ്ട് ആ വാള് പിടിച്ചു വാങ്ങി അവന്റെ നെഞ്ചിലേക്ക് തന്നെ ശിവൻ കുത്തിയിറക്കിയത് നിമിഷ നേരം കൊണ്ടായിരുന്നു. ചുറ്റും നിന്നവർ അവന്റെ പെട്ടെന്നുള്ള നീക്കത്തിൽ പകച്ചുപോയി. എങ്കിലും അവർ വീണ്ടും അവൻ അടിക്കാൻ തുടങ്ങി. ശിവൻ അവരെ എതിർത്ത് നിൽക്കുന്നതിനിടയിൽ ലച്ചുവിനോട് അലറി. ലച്ചു, കുഞ്ഞിനെയും കൊണ്ട് വേഗം മുകളിലേക്ക് പോ! അവൻ പറയുന്നതിനിടയിൽ പിറകിൽ നിന്ന് തനിക്ക് നേരെ വാൾ ഉയർത്തിയവനെ ശിവൻ കണ്ടില്ല. അവന്റെ കയ്യിലെ കത്തി ശിവന്റെ കയ്യിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് പോയി. ശിവൻ വേദന കൊണ്ട് വിളിച്ചുപോയി. അത് കണ്ടതിൽ ലച്ചു കരഞ്ഞുകൊണ്ട് മുന്നോട്ടാഞ്ഞതും ചോരപടന്ന കൈ കൊണ്ട് ശിവൻ അവളെ തടഞ്ഞുകൊണ്ട് മുകളിലേക്ക് കൈ ചൂണ്ടി കാണിച്ചു. കേറിപ്പോ! പെട്ടെന്ന് തന്നെ കയ്യിൽ പിടിച്ച ഹരിഹരനെ കണ്ണുകൾ ലച്ചു പറഞ്ഞു. വിട്, എന്നെ വിട്! ഇല്ലടി, നിന്നോട് മര്യാദക്ക് ഞാൻ പറഞ്ഞപ്പോ നിനക്ക് ഇതിനെ തരാൻ വയ്യായിരുന്നല്ലോ. അതും പറഞ്ഞ ഹരിഹരൻ ലച്ചുവിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞാപ്പിയെ ഒറ്റ കൈ കൊണ്ട് വലിച്ചെടുത്തും കുഞ്ഞാപ്പിയുടെ കരച്ചിൽ അവിടെ ആകെ ഉയർന്നു. ശിവൻ ചോരയൊലിപ്പിക്കുന്ന ശരീരവുമായി പിടച്ചിലോടെ നോക്കി നിന്നു. കുഞ്ഞാപ്പി,
അവന്റെ കരച്ചിൽ ശിവന് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ശരീരം മുഴുവൻ വേദനിക്കുന്നുണ്ടെങ്കിലും തളർച്ച ശരീരത്തെ ബാധിക്കുന്നു എല്ലാം അറിയുന്നുണ്ടെങ്കിലും തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ എന്തും ചെയ്യാമെന്ന് അവനൊരു നിമിഷം ചിന്തിച്ചു. ലച്ചു ഹരിഹരന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞാപ്പിയെ തിരികെ വാങ്ങാനായി ശ്രമിച്ചെങ്കിലും അവൾക്ക് അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. അയാളെ എതിർക്കാൻ കഴിയാത്തതും നിസ്സഹായതും പേടിയും ശിവന്റെ ശരീരത്തിലെ മുറിവുകളെല്ലാം അവളെയും തളർത്താൻ തുടങ്ങി. നെഞ്ചു പൊട്ടുന്ന വേദനയോടെ അവൾ ഹരിഹരന്റെ കയ്യിൽ കടിച്ചു. ഹരിഹരൻ ദേഷ്യത്തോടെ ലച്ചുവിന്റെ മുടിയിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയിലായി തലയിടിച്ചു. ലച്ചു വേദന കൊണ്ട് നിലവിളിച്ചു. ഒരു വട്ടം കൂടി ഇടിപ്പിച്ചുകൊണ്ട് ഹരിഹരൻ അവളെ വിട്ടതും ചോരയൊലിപ്പിക്കുന്ന മുഖത്തോടെ അവൾ തറയിലായി ഇരുന്നു പോയി. മറ്റൊരലർച്ച കേട്ട് ലച്ചു കണ്ണുകൾ വലിച്ചു തുറന്നു നോക്കുമ്പോൾ കാണുന്നു മുന്നിൽ നിൽക്കുന്നവന്റെ നെഞ്ചിലേക്ക് കത്തി കുത്തിക്കയറ്റുന്ന ശിവനെയാണ്. അതേസമയം മുന്നോട്ട് വന്നവരൊക്കെ അതേ കത്തി വലിച്ചൂരി അവൻ കുത്തുന്നുണ്ട്. ഹരിഹരന്റെ ശ്രദ്ധയെ അവിടേക്കാണെന്ന് കണ്ട ലച്ചു പതിയെ എങ്ങനെയൊക്കെ എഴുന്നേറ്റു. ചുറ്റും ഒരു ആയുധത്തിനായി പരിധിയുള്ള അടുത്തേണ്ട ഫ്ലവർവേഴ്സ് സ്റ്റാൻഡിൽ നിന്നെടുത്ത് ഹരിഹരന്റെ തല ലക്ഷ്യമാക്കി അടിച്ചു. പെട്ടെന്നുള്ള ആക്രമണമായതുകൊണ്ട് തന്നെ ഹരിഹരനെ എതിർക്കാൻ കഴിഞ്ഞില്ല. തലയ്ക്കാകെ മരവി പോലെ തോന്നിയവന്റെ കയ്യിൽ നിന്ന് കുഞ്ഞാപ്പി തറയിലേക്ക് വീഴാൻ തുടങ്ങിയതും ശിവൻ അവനെ പിടിച്ചത് ഒരുമിച്ചായിരുന്നു. അലറിക്കരഞ്ഞ കുഞ്ഞാപ്പി പതിവ് നെഞ്ചിലെ ചൂടും സാമീപ്യവും അറിഞ്ഞതും പിടിച്ചു കിട്ടിയതുപോലെ കരച്ചിൽ നിന്നുവെങ്കിലും അവനെ ഏങ്ങുന്നുണ്ടായിരുന്നു. ശിവൻ തന്റെ കുഞ്ഞിനെ കരുതലോടെ നെഞ്ചിൽ ചേർത്തു പിടിച്ചെങ്കിലും കണ്ണുകൾ മുഴുവൻ മുന്നിൽ നിൽക്കുന്നവരിലായിരുന്നു. ഏത് നിമിഷം അവനിൽ നിന്ന് ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ തന്റെ അടുത്തേക്ക് വന്ന ലച്ചുവിലേക്ക് കുഞ്ഞാപ്പിയെ കൊടുത്തുകൊണ്ട് മുകളിലേക്ക് പോവാൻ പറഞ്ഞു. കുഞ്ഞാപ്പി എങ്ങനെയും രക്ഷിക്കണമെന്ന ചിന്തയിൽ ലച്ചു അവനെയും കൊണ്ട് മുകളിലേക്ക് ഓടി. അത് കണ്ട ഹരിഹരൻ തന്റെ ആളുകളോട് അവളെ പിടിക്കാൻ പറഞ്ഞു. അവളുടെ പിറകെ ഓടാൻ തുടങ്ങിയവരെ ശിവൻ തടഞ്ഞു. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കയ്യിൽ കെട്ടിവെച്ച് ശിവൻ അവരെ ആക്രമിച്ചു. ലച്ചുവും കുഞ്ഞാപ്പിയും സുരക്ഷിത സ്ഥാനത്ത് എത്തുന്നവരെ എങ്ങനെ ഇവരെ തടഞ്ഞേ പറ്റൂ എന്ന ചിന്തയിൽ സർവ്വശക്തിയും എടുത്ത് ശിവൻ ബാക്കിയുണ്ടായിരുന്നവരെ നേരിട്ടെങ്കിലും ഒന്ന് രണ്ടുപേരും മുകളിലേക്ക് കയറിപ്പോയി. അതേസമയം തന്റെ തല പൊട്ടി ചോര വന്നതും ദ്രൗപദിയുടെ കുഞ്ഞ് തന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതും ശിവൻ തന്റെ ആളുകളെ ആക്രമിക്കുന്നതും എല്ലാം കണ്ട് ദേഷ്യം തോന്നിയ ഹരിഹരൻ തന്റെ അരയിൽ നിന്ന് തോക്ക് വലിച്ചെടുത്തു ശിവന് നേരെ വെടിയുതിർത്തു. വെടിയുണ്ട തന്റെ ശരീരത്തിൽ പതിഞ്ഞതും ശിവന്റെ കണ്ണുകൾ തുറിച്ചു വന്നു. വേദന കൊണ്ട് അവന്റെ മുഖമെല്ലാം വലിഞ്ഞു മുറുകി. വിയർപ്പ് തുള്ളികൾ നെറ്റിയിലൂടെ ഒലിച്ചിറങ്ങി. ശിവൻ തറയിലേക്ക് വീണു. അവന്റെ കണ്ണുകൾ പതിയെ അടഞ്ഞു വന്നു. നിമിഷ നേരം കൊണ്ട് ശിവന്റെ ശരീരം ചോരയിൽ കുളിച്ചു. അതേസമയം ശിവൻ വെടിയേറ്റ് തറയിലേക്ക് വീണതും ഹരിഹരൻ അവന്റെ അടുത്തേക്ക് വന്ന് അവന് നെഞ്ചിലായി ചവിട്ടിക്കൊണ്ട് പറഞ്ഞു, നായേ, ഇനി എങ്ങനെ നീ നിന്റെ മറ്റവളെയും കുഞ്ഞിനൊക്കെ രക്ഷിക്കോടാ? എന്തായിരുന്നു കാവൽ നിൽക്കാൻ വന്ന തെരുവ് നായയുടെ ശൗര്യം? ചാത്ത് തോലയടാ. അതും പറഞ്ഞ് ക്രൂരമായ മുഖത്തോടെ ഹരിഹരൻ വീണ്ടും ശിവന് നെഞ്ചിലേക്ക് വെടിതീർക്കാനായി തോക്ക് നീട്ടി. തറവാട്ടിൽ നിന്ന് ഹരിഹരന്റെ കുടുംബത്തെയും ശ്രീധരന്റെ കുടുംബത്തെയും ഇറക്കി വിട്ട് വീടും പൂട്ടി. ദ്രൗപദി അച്ഛന്റെയും അച്ഛമ്മയുടെയും അച്ഛന്റെയും ഒക്കെ കുഴിമാടത്തിനടുത്ത് മൗനമായി കണ്ണടച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾക്കടുത്തേക്ക് സഞ്ജയ് ഓടിക്കൊണ്ടുവന്നത്. ദ്രൗപദി, വേഗം വന്നേ, നമുക്ക് വേഗം പോവാം. സഞ്ജയ് വെപ്രാളത്തോടെ പറയുന്നിട്ട് ദ്രൗപദി ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. അവന് ടെൻഷൻ കണ്ട് ദ്രൗപദി ചോദിച്ചു, എന്തു പറ്റി? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലം? സഞ്ജയ്ക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. പോകുന്ന വഴി പറയാം. അതും പറഞ്ഞ് സഞ്ജയ് കാറിനടുത്തേക്ക് ഓടുകയായിരുന്നു. ദ്രൗപദി കയറിയതും സഞ്ജയ് കാറ് പറപ്പിച്ചു. വീട്ടിൽ നിർത്തിയിരുന്ന ബോഡി ഗാർഡ്സ് വിളിച്ചിരുന്നു. രാവിലെ മുതൽ ഒരു വണ്ടി നമ്മുടെ വീടിനടുത്ത് തന്നെ ഉണ്ടായിരുന്നെന്ന്. നമ്മുടെ ബോഡി ഗാർഡ്സിൽ ഒരാൾ ഇടിച്ചിട്ട് പോയ അവർ ചേസ് ചെയ്തു പോയെന്ന്. അതറിഞ്ഞപ്പോൾ തൊട്ടൊരു ടെൻഷൻ. ശിവനോടും സംസാരിക്കാൻ നീ വീട്ടിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ലച്ചുവിന്റെ ഫോണും കിട്ടുന്നില്ല. കോള് പോകുന്നില്ല. മാത്രമല്ല CCTV വിഷ്വൽസ് ഒന്നും കിട്ടുന്നില്ല. പറയുമ്പോൾ സഞ്ജയ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. സഞ്ജയ് പറയുന്ന കേട്ടും ദ്രൗപദിയിലൊരു നടുക്കമുണ്ടായി. അവൾക്ക് പെട്ടെന്ന് എന്താണ് പറയേണ്ടതെന്നോ ചോദിക്കേണ്ടെന്നോ അറിയാൻ പറ്റാതെ ആയിപ്പോയി. അതിവിദഗ്ധമായി ഓടിക്കുന്ന സഞ്ജയ്ക്ക് സ്പീഡ് പോരെന്ന് അവൾക്ക് തോന്നി. ശിവന്റെയും കുഞ്ഞാപ്പിയുടെയും മുഖം അവളുടെ ഉള്ളിൽ നിറഞ്ഞു വന്നു. തന്നെ നെഞ്ചിരിപ്പ് ഉയർന്ന് നിയന്ത്രിക്കാൻ കഴിയാതെ ദ്രൗപദി ഇരുന്നു. തുറന്നു കിടക്കുന്ന ഗേറ്റും കടന്ന് കാർ അകത്തേക്ക് കയറിയത് പേടിയോടെയാണ് അവർ കണ്ടത്. വണ്ടി നിർത്തിയതും ദ്രൗപദിക്ക് മുന്നേ സഞ്ജയ് ഡോർ പോലും അടക്കാൻ നിൽക്കാതെ ഇറങ്ങി അകത്തേക്ക് ഓടുകയായിരുന്നു. വീണ് കിടക്കുന്ന ഗുണ്ടകളെ ഒരു നോക്കി അവന്റെ കണ്ണുകൾ ശിവനും ലച്ചുവിനും കുഞ്ഞിനുമായി പരതി. സ്റ്റെയറിനടുത്ത് വീണ് കിടക്കുന്ന ഹരിഹരനെ കണ്ടതും അവന്റെ കണ്ണു കുറുകി. ചെവിക്കരികിൽ കൈവച്ച് നോക്കിയവന് മനസ്സിലായി അയാൾക്ക് ജീവനില്ല എന്നത്. എന്തോ അപ്പോഴൊരു ആശ്വാസം സഞ്ജയ്ക്ക് തോന്നി. അവർക്ക് കുഴപ്പമൊന്നും കാണില്ല. സ്വയം ഉറപ്പിക്കാനെന്നവണ്ണം പറഞ്ഞുകൊണ്ട് സഞ്ജയ് ചോര വീണെടുക്കുന്ന സ്റ്റെയറുകൾ വർദ്ധിച്ച നെഞ്ചിരിപ്പോടെ കയറി. ഏറ്റവും മുകളിലായി കമിഴുന്ന രൂപത്തിൽ വീണെടുക്കുന്ന പുരുഷ രൂപം ശിവനാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായതും സഞ്ജയ്ക്ക് അതുവരെ ഉണ്ടായിരുന്ന ധൈര്യമെല്ലാം ചോർന്നുപോയി. ശിവ! സഞ്ജയ് ഉറക്കി വിളിച്ചുപോയി. ഓടി ആ രൂപത്തിനടുത്ത് തിരിച്ചെടുത്തിയപ്പോൾ കണ്ടു ശരീരത്തിലാകമാനം മുറിവ്. അവൻ തിരിച്ചെടുത്തിയ ശിവന്റെ കയ്യിൽ നിന്ന് തോക്ക് തറയിൽ വീണു. സഞ്ജുവിനെ കുലുക്കി വിളിച്ചു, ശിവ! ശിവ! അവന്റെ ശബ്ദം ശിവനെ കുറിച്ച് ഓർത്തുള്ള വേദന കൊണ്ട് വിറച്ചു. പെട്ടെന്ന് സഞ്ജയ് ശിവനെ തന്റെ തോളായി എടുത്തുകൊണ്ട് പടികളിറങ്ങി. അവനെ സോഫയിലേക്ക് എടുത്ത് ശിവന്റെ പൾസ് നോക്കി. അപ്പോഴും അവന്റെ കണ്ണുകളിൽ ലച്ചുവിനെ തിരക്കുന്നുണ്ടായിരുന്നു. ശിവന്റെ പൾസ് റേറ്റ് കിട്ടാത്ത സഞ്ജയെ ഭ്രാന്ത് പിടിപ്പിച്ചു. പെട്ടെന്ന് അവൻ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. ടെൻഷനോട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു ശിവനെ തന്നെ നോക്കി തറഞ്ഞു നിൽക്കുന്ന ദ്രൗപദിയെ. അവളുടെ അവസ്ഥയൊന്നും ഓർക്കാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു സഞ്ജയ്. അവൻ വീണ്ടും പടികൾ ഓടിക്കയറി.
വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്ന വാതിലും കടന്ന് അവൻ അകത്തേക്ക് കയറി. ഒന്ന് ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് അവൻ ഭിത്തിയിലെ ഷെൽഫ് പതിയെ തള്ളി മാറ്റിയതും അത് മാറി അവിടെ ഒരു വാതിൽ അവൻ കണ്ടു. അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഫിംഗർ ലോക്കിലേക്ക് വിരലമർത്തിയതും വാതിൽ തുറന്ന് ലിഫ്റ്റ് ഓണായി. അതിലേക്ക് കയറി താഴേക്കുള്ള ബട്ടൺ അമർത്തുമ്പോഴും സഞ്ജയ് തന്നെ നിയന്ത്രിക്കാൻ പാടുപെട്ടു. അവിടെ ആകെ പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോൾ അവന് ആശ്വാസം തോന്നി. ഓടി മെഡിക്കൽ റൂമിന്റെ വാതിൽ തുറന്നു. ബെഡിൽ ഓക്സിജൻ മാസ്ക് വെച്ച് കിടക്കുന്ന കുഞ്ഞാപ്പിയെയും അതിനടുത്ത് വെറും നിലത്തിരുന്നുകൊണ്ട് ബെഡിൽ തലവെച്ച് കിടക്കുന്ന ലച്ചുവിനെ കണ്ടതും സഞ്ജയുടെ കണ്ണ് നിറഞ്ഞു. ആരോ നടക്കുന്ന പോലെ തോന്നി ഭാരം കൊണ്ട് ഉയർത്താൻ കഴിയാത്ത തല എങ്ങനെയൊക്കെയോ നിവൃത്തി നോക്കി ലച്ചു സഞ്ജയെ കണ്ടതും കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ശിവേട്ടൻ! അവളുടെ ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. എഴുന്നേൽക്കാൻ കഴിയാതെ വീഴാൻ പോകുന്നവളെ സഞ്ജയ് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. എന്റെ ശിവേട്ടൻ! അവർ വ്യക്തമാവാത്ത വാക്കുകൾ കുഴഞ്ഞു പോകുന്നവളെ സഞ്ജയ് അരിവോടെ നോക്കി. അവളുടെ മുഖത്ത് അടികൊണ്ട പാടും നെറ്റിയിലെ മുറിമൊക്കെ അവനെ വല്ലാതെ വേദനിപ്പിച്ചു. കളയാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ കുഞ്ഞിനെ പതിയെ എടുത്തൊരു കൈകൊണ്ട് ലച്ചുവിനെ എടുത്ത് തോളിലേക്ക് ഇട്ടുകൊണ്ടുപോൻ ലിഫ്റ്റിലേക്ക് ഓടുകയായിരുന്നു. റൂമിലെത്തിയതും സെക്യൂരിറ്റി ഓഫീസർ വന്ന് അവന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി താഴേക്ക് ഓടി. പുറകെ ലച്ചുവിനെയും കൊണ്ട് സഞ്ജയും. അപ്പോഴേക്കും ശിവനെയും കൊണ്ട് ആംബുലൻസ് പോയി കഴിഞ്ഞിരുന്നു. ലച്ചുവിനെയും കുഞ്ഞിനെയും ഒരുമിച്ച് ഒരു ആംബുലൻസിൽ കയറ്റി അത് പുറത്തേക്ക് പാഞ്ഞു. അപ്പോഴും ആ വീടിന്റെ ഹാളിൽ ആ നടുക്കത്തിൽ നിന്ന് വിട്ടുമാറാതെ ദ്രൗപദി നിൽപ്പുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ ICU മുമ്പിൽ നിൽക്കുമ്പോൾ സഞ്ജയുടെ ഹൃദയം നന്നായി തന്നെ വേദനിക്കുന്നുണ്ടായിരുന്നു. കാരണം ഒഫീഷ്യൽ ഡ്യൂട്ടി ആണെങ്കിൽ കൂടി ICUവിൽ കിടക്കുന്ന 3 പേരും തന്റെ പ്രിയപ്പെട്ടവരാണ്. സഹോദരനെ പോലെ കണ്ട ശിവനും കൊഞ്ചി തന്നോടൊപ്പം കളിക്കുന്ന കുഞ്ഞാപ്പിയും തന്റെ പെണ്ണും. ലച്ചുവിനെ ഓർമ്മ വന്ന അവന്റെ കണ്ണു നിറഞ്ഞു. വാക്കുകളുടെ അതിപ്രസരം കൊണ്ട് പരസ്പരം പ്രണയം കൈമാറിയിട്ടില്ലെങ്കിലും രണ്ടുപേർക്കും നന്നായി തന്നെ അറിയാം പ്രാണനാണെന്ന്. താലികെട്ടി സ്വന്തമാക്കിയില്ലെങ്കിലും തനിക്കവൾ ഭാര്യ തന്നെയാണ്, തന്റെ പാതി. സഞ്ജയ് ആലോചനയോടെ നിന്നപ്പോഴാണ് ICUവിന്റെ ഡോർ തുറന്ന് ഡോക്ടർ വന്നു. ശിവന് എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ നടത്തണം. ബുള്ളറ്റ് റിമൂവ് ചെയ്യണം. സോ പേപ്പേഴ്സിൽ നിങ്ങൾ സൈൻ ചെയ്യണം. മാത്രമല്ല B പോസിറ്റീവ് ബുള്ളറ്റ് അറേഞ്ച് ചെയ്യണം. എത്രയും പെട്ടെന്ന് വേണം. ഡോക്ടർ ധൃതിയോടെ പറഞ്ഞു. അറേഞ്ച് ചെയ്യാം ഡോക്ടർ. ശിവനെ ഞങ്ങൾ ജീവനോടെ തന്നെ തിരികെ വേണം. ഡോക്ടർ പറയുന്നേട്ട് സഞ്ജയ് ആദ്യയോടെ മറുപടി പറഞ്ഞു. സഞ്ജയെ നോക്കി ഡോക്ടർ പറഞ്ഞു. ശിവന്റെ കാര്യം കുറച്ച് ക്രിട്ടിക്കലാണ്. അത്രയേറെ മുറിവുകളും ബുള്ളറ്റും ഒക്കെ ആ ശരീരത്തിലുണ്ട്. മാത്രമല്ല നന്നായി തന്നെ ബ്ലഡും പോയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പ് നടത്തുന്നേ ഉള്ളൂ. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടെന്നും പറയാൻ പറ്റൂ. ഡോക്ടർ പറയുന്നതായിട്ട് സഞ്ജയ് മറുപടിയൊന്നും പറയാനാവാതെ തറഞ്ഞു നിന്നുപോയി. പിന്നെ ബേബി സേഫാണ്. ആ പെൺകുട്ടിയുടെ കാര്യം MRI എടുത്താലേ പറയാൻ പറ്റൂ. എന്തായാലും ആദ്യം ശിവന്റെ ഓപ്പറേഷൻ വേണ്ടുന്ന അറേഞ്ച്മെന്റ്സ് എല്ലാം എത്രയും പെട്ടെന്ന് ചെയ്തോളൂ. അതും പറഞ്ഞ് ഡോക്ടർ അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളുടെ ഷോക്കിലായിരുന്നു സഞ്ജയ്. പെട്ടെന്ന് ഓപ്പറേഷന് വേണ്ട അറേഞ്ച്മെന്റ് ചെയ്യണമെന്ന് ഓർമ്മ വന്നു. സഞ്ജയ് വെപ്രാളത്തോടെ തിരിഞ്ഞ് ഫാർമസിയിലേക്ക് പോകാൻ തുടങ്ങിയെന്നും കണ്ടു. എല്ലാം കേട്ട് നിൽക്കുന്ന ദ്രൗപദിയെ. കുഞ്ഞാപ്പി സേഫാണ്. സഞ്ജയ് പറയുന്നിട്ട് ദ്രൗപദി അവനെ നോക്കിയതല്ല ഒന്നും മിണ്ടിയില്ല. അവൾ തന്റെ ക്രെഡിറ്റ് കാർഡ് എടുത്ത് അവന് നേരെ നോക്കി. സഞ്ജയ് അവളെ നോക്കി അതും വാങ്ങി താഴേക്ക് പോയി. ദ്രൗപദി കണ്ണുകളടച്ച് അവിടെയുള്ള ചെയറിലായിരുന്നു. അവൾക്ക് ആദ്യമായി ശിവനെ കണ്ടതുമുള്ള ഓരോ കാര്യങ്ങളും ഓർമ്മ വന്നു. എന്റെ സ്വന്തമായിട്ടാ. ആരുമില്ലാതെ അമ്പലപ്പറമ്പിൽ വളർന്ന അനാഥനായ ശിവന് ജീവിതത്തിൽ തോന്നിയ അതിമോഹം. എന്റെ പ്രാണനാടി നിങ്ങൾ രണ്ടുപേരും. നിങ്ങളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല. ശിവന്റെ ഉറച്ച ശബ്ദം ഓർമ്മ വന്നു. ദ്രൗപദി തന്റെ കൈ ചുരുട്ടിപ്പിടിച്ച്. ഏടത്തി! പെട്ടെന്ന് ആരോ കരഞ്ഞുകൊണ്ട് വിളിക്കുന്ന കേട്ട് ദ്രൗപദി ഞെട്ടലോടെ കണ്ണു തുറന്നു. അപ്പോൾ കണ്ടു കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഓടി വരുന്ന ആദിയെ. അവളുടെ തൊട്ടുപിറകെ തന്നെ ശ്രീയും ഉണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആദിയെ സമാധാനിപ്പിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഏടത്തി ശിവേട്ടൻ! കസേരയിരിക്കുന്ന ദ്രൗപദിന് മുന്നിലായി മുട്ടൂത്തിയിരുന്ന് അവളുടെ കൈ പിടിച്ച് കരഞ്ഞുകൊണ്ട് ആദി പറഞ്ഞു. ശിവേട്ടൻ, ഒരുപാട് മുറിവുണ്ടോ? ഏട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? ലച്ചു, കുഞ്ഞാപ്പി! സങ്കടം കൊണ്ട് വാക്കുകൾ കിട്ടാതെ കരയുന്ന അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ദ്രൗപദി ഇരുന്നു. ആദി, ആർക്കൊന്നും വരില്ല. മനസ്സിൽ ഉറപ്പിക്കുന്ന പോലെ ദ്രൗപദി പതിയെ പറഞ്ഞു. എന്നാൽ എൻ്റെ വെങ്കിയേട്ടനും പോയി. ഇപ്പൊ അതേ അവസ്ഥയിൽ എൻ്റെ ഏട്ടനും വെങ്കിയേട്ടനെ പോലെ പോയി കളയും. പേടിയോടെയുള്ള ആദിയുടെ ചോദ്യം കേട്ട് ദ്രൗപദിയുടെ തലക്കകത്ത് സ്ഫോടനം തന്നെ നടന്നു. അവൾക്കന്ന് വെങ്കിയ ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞ് താൻ വന്നു. ഓപ്പറേഷന് വിറക്കുന്ന കൈകളോടെ സൈൻ ചെയ്യുന്ന ആദിയെ കണ്ടതും ഒടുവിൽ ജീവനില്ലാത്ത വെങ്കി ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് കയറി കണ്ടതും പിന്നെ തൻ്റെ വയറിലേക്ക് അവൻ്റെ ജീവനില്ലാത്ത കൈപ്പിടി ചേർത്ത് ഓർമ്മ വന്നതും ദ്രൗപദിയുടെ കണ്ണുകൾ നിറഞ്ഞു. ശിവന്റെ റിലേറ്റീവ്സ്? നേഴ്സ് ചോദിക്കുന്നതായിട്ട് ശ്രീകാന്ത് വേഗം അവനടുത്തേക്ക് ചെന്നു. റിലേറ്റീവ്സ് ആരെങ്കിലും സൈൻ ചെയ്യണം. അവർ പറയുന്നതായിട്ട് ശ്രീ തിരിഞ്ഞ് ആദിയെയും ദ്രൗപദിയെയും നോക്കി. ശ്രീ ആ നോട്ട് പാഡ് വാങ്ങി അവർക്കടുത്തേക്ക് നടന്നു. ദ്രൗപദിക്ക് നേരെ നീട്ടിയ പേപ്പറിൽ ഭാര്യ എന്നെഴുതിയ സൈൻ ചെയ്തുകൊണ്ട് അവൾ തിരികെ കൊടുത്തു. ആദി കരഞ്ഞുകൊണ്ട് ശ്രീയുടെ നെഞ്ചിലേക്ക് വീണു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.